മക്കളെ, നമ്മളിപ്പം ഓൾറെഡി പഠിച്ചിട്ടുള്ള നമ്മൾ സാറ് പറഞ്ഞു തന്ന സാറിൻ്റെ വീഡിയോസ് എല്ലാം മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ സാർ ഇപ്പോൾ ഈ പറയുന്ന കണക്ക് പെട്ടെന്ന് മനസ്സിലാവും. സം ഓഫ് 7 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 119. അപ്പം നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത 7 പദങ്ങളുടെ തുക 119. അപ്പം നമുക്ക് എഴുതാം 1, 2, 3, 4, 5, 6, 7. 7 പദങ്ങളുടെയും തുക ടോട്ടൽ 119 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ സംശയമൊന്നുമില്ല. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടേം കംസ് ഇൻ ദി മിഡിൽ ഓഫ് ദീസ് 7 ടേംസ്? അതായത് ഈ 7 പദങ്ങളുടെയും നടുവിൽ വരുന്ന പദം ഏതാണ്? ഇത് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. നമുക്കറിയാം ഇങ്ങനെ 7 പദങ്ങൾ, ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം. അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, അല്ലെങ്കിൽ 119/7 = 17. ഇത് നമ്മൾ പല പ്രാവശ്യം ചെയ്തതാണ് ഈ കണക്ക്, ഇങ്ങനെയുള്ള കണക്കുകൾ. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടി. അതായത് 7 ടേമുകളുടെ സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ആ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 7 ടേമുകൾ, അതാണ് എന്നെന്ന് പറയുന്നത്. അപ്പം 119/7 17. ഇനി ചോദിച്ചേ, ഇനി അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദി സം ഓഫ് 2 ടേംസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി മിഡിൽ ടേം ജസ്റ്റ് ക്ലോസർ ടു ഇറ്റ്? ഇതിൻ്റെ അർത്ഥം എന്താ? മധ്യപദത്തിൻ്റെ ഇരുവശത്തും തൊട്ടടുത്തുള്ള 2 പദങ്ങളുടെ തുക എന്താണ്? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. മധ്യപദം, ഇയാളാണ് മധ്യപദം, മിഡിൽ ടൈം ആണ് മധ്യപദം. അതിൻ്റെ തൊട്ടടുത്തുള്ള 2 പദങ്ങൾ ഈ 3ഉം 5ഉം ആണ്. അതിൻ്റെ തുക എന്ത്? അതായത് തേർഡ് ടൈം പ്ലസ് 5th ടൈം എത്ര, അല്ലെങ്കിൽ 3-ാം പദം പ്ലസ് 5-ാം പദം എത്ര? ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് പിടി കിട്ടും. സി, അതായത് വാട്ട് ഈസ് ദി സം ഓഫ് 2 ടേംസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി മിഡിൽ ടേം ജസ്റ്റ് ക്ലോസർ ടു ഇറ്റ്. ഐദർ സൈഡ് എന്ന് വെച്ചാൽ മിഡിൽ ടേമിൻ്റെ ഐദർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. അതായത് മിഡിൽ ടേമിൻ്റെ ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്ന 2 സൈഡുകൾ. മലയാളത്തിൽ പറഞ്ഞാൽ മധ്യപദത്തിൻ്റെ ഇരുവശത്തും തൊട്ടടുത്തുള്ള 2 പദങ്ങൾ. ഇതേയുണ്ടോ? മധ്യപദത്തിൻ്റെ തൊട്ടടുത്തുള്ള 2 പദങ്ങളുടെ തുക കാണുക. അപ്പം നമുക്ക് തേർഡ് ടൈം പ്ലസ് 5th ടൈം ആണ് കാണേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 4th ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തേർഡ് ടൈം പ്ലസ് 5th ടൈം ബൈ 2 ഇങ്ങനെ എടുക്കാം. ഈ 4th ടൈം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ശ്രേണി 2, 4, 6, 8, 10. ഈ മിഡിൽ ടൈം എന്ന് പറയുന്നത് ഉണ്ടോ 4+8/2 ആണ്, അല്ലേ? 4+8/2 ആണ് ഈ മിഡിൽ ടൈം. 4+8 12 ആണ്, 12/2 ആണ് 6. ഇനി അതും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി എടുക്കാം. ഈ 2+10/2 എന്ന് എടുക്കാം. ഉണ്ടോ 2+10/2 അതും 6 തന്നെയാണ്, ഈ മിഡിൽ ടൈം ആണ്. അപ്പോൾ എപ്പോഴും ഈ മിഡിൽ ടൈം കിട്ടാൻ വേണ്ടി ഒന്നുകിൽ ഇതിൻ്റെയും തൊട്ടടുത്തുള്ള 2 നമ്പറുകളുടെയും മീഡിയം ആവറേജ് എടുക്കണം. അതായത് 4th ടൈം പ്ലസ് 8th ടൈം ബൈ 2, അല്ലെങ്കിൽ 4th ടൈം അല്ല, 1, 2, 3, 4, 5. അപ്പോൾ ഇത് തേർഡ് ടൈം ആണ്. തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 2nd ടൈം പ്ലസ് 4th ടൈം ബൈ 2, അല്ലെങ്കിൽ 1st ടൈം പ്ലസ് 4th ടൈം ബൈ 2. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ തേർഡ് ടൈം പ്ലസ് 5th ടൈം ബൈ 2 എന്ന് പറയാം. അപ്പം നമുക്ക് മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ 4th ടൈം ആണ്. അപ്പോൾ 4th ടൈം ഈസ് ഈക്വൽ ടു തേർഡ് ടൈം പ്ലസ് 5th ടൈം ബൈ 2. 4th ടൈം നമുക്ക് 17 കിട്ടിയിട്ടുണ്ട്. 4th ടൈം നമ്മൾ 17 കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ 4th ടൈം എന്ന് പറഞ്ഞാൽ 17 ആണ്. 17 ഈസ് ഈക്വൽ ടു 3-ാം പദം പ്ലസ് 5-ാം പദം ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. നമ്മളോട് അവർ ചോദിച്ചെന്താ
തേർഡ് ടൈം പ്ലസ് ഫിഫ്ത്ത് ടൈം എത്രയാണെന്നാണ് ചോദിച്ചേ. അപ്പം അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 34 കിട്ടും. തേർഡ് ടൈം പ്ലസ് ഫിഫ്ത്ത് ടൈം എന്ന് പറഞ്ഞാൽ 34. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി സം ഓഫ് 2 ടേംസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി മിഡിൽ ടൈം ജസ്റ്റ് ക്ലോസർ ടു ഇറ്റ്. അതായത് മധ്യപദത്തിൻ്റെ ഇരുവശത്തും തൊട്ടടുത്തുള്ള 2 പദങ്ങളുടെ തുക. ഈ മിഡിൽ ടൈമിൻ്റെ തൊട്ടടുത്തുള്ള 2 പദങ്ങൾ തേർഡ് ടൈം പ്ലസ് ഫിഫ്ത്ത് ടൈം അല്ലെങ്കിൽ 3-ാം പദം പ്ലസ് 5-ാം പദം ആണ് നമ്മോട് ചോദിച്ചത്. അപ്പം നമുക്കറിയാം മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു ഫോർത്ത് ടൈം ഈസ് ഈക്വൽ ടു തേർഡ് ടൈം പ്ലസ് ഫിഫ്ത്ത് ടൈം ഡിവൈഡഡ് ബൈ 2, അല്ലെങ്കിൽ 4-ാം പദം ഈസ് ഈക്വൽ ടു 3-ാം പദം പ്ലസ് 5-ാം പദം ഡിവൈഡഡ് ബൈ 2. അതുകൊണ്ട് 3-ാം പദം പ്ലസ് 5-ാം പദം എന്ന് പറയുന്നത് 17 × 2 34, അല്ലെങ്കിൽ തേർഡ് ടൈം പ്ലസ് ഫിഫ്ത്ത് ടൈം ഈസ് 34. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി. സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് 1-to-1 ആയിട്ട് മക്കളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും ക്ലാസ്സിലെ എല്ലാ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം.